നമസ്കാരം. സിനിമാ സംവിധായകൻ എന്ന നിലയിൽ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ ബിഗ് ബോസ് മത്സരാർത്ഥിയായി വിജയിക്കുകയും ചെയ്ത റിയാലിറ്റി ഷോ താരം അഖിൽ മാരാർ സോഷ്യൽ മീഡിയയിൽ നിറസാന്നിധ്യമാണ്. അഖിൽ മാരാർ രാഷ്ട്രീയക്കാരുമായി നല്ല സൗഹൃദത്തിലാണ്. രാഷ്ട്രീയം രക്തത്തിലുള്ളതുകൊണ്ട് പണ്ട് കോൺഗ്രസ് പാർട്ടിയിലും BJPയിലുമൊക്കെ പ്രവർത്തിച്ച് പരിചയമുണ്ട്. രാഷ്ട്രീയം രക്തത്തിലുള്ളതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന ആഗ്രഹം അഖിൽ മാരാർക്ക് കലശലാവുകയും അതിനുവേണ്ടി ചില ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. കൊട്ടാരക്കരയാണ് തൻ്റെ തട്ടകം. അവിടെ UDFൻ്റെ സ്ഥാനാർത്ഥി ആവണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. അത്തരമൊരു പച്ചക്കൊടി VD സതീശൻ മാരാരെ കാണിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതിനിടയിൽ നാടകീയമായ നീക്കങ്ങളുടെ ഭാഗമായി പഴയ കൊട്ടാരക്കര MLAയും CPM വനിതാ നേതാവുമായ ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വരുന്നു, സ്ഥാനാർത്ഥിയാവുന്നു. ഈ സമയത്ത് 2020 BJP മുന്നണിയുടെ ഭാഗമാവുകയും അഖിൽ മാരാരോട് കൊട്ടാരക്കര മത്സരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അഖിൽ സമ്മതം മൂളുന്നു. പക്ഷെ രാഷ്ട്രീയ അട്ടിമറിയുടേതാണ്. മറ്റൊരു നാടകീയ നീക്കം നടക്കുന്നു. 2021 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന രശ്മി ഐഷ പൊറ്റിക്ക് സീറ്റ് കൊടുത്തതിൽ പ്രതിഷേധിച്ച് BJPയിലേക്ക് പോകുന്നു. BJPയുടെ സ്ഥാനാർത്ഥിയാവുന്നു. ഇതോടെ അഖിൽ മാരാർക്ക് വെച്ച് നീട്ടുന്നത് BJPക്ക് അല്പം പോലും വേരില്ലാത്ത തൃക്കാക്കരയാണ്. ആ സീറ്റ് 2020 ഏറ്റെടുക്കാൻ കാരണം 2020ക്ക് തൃക്കാക്കരയിൽ സ്വാധീനമുണ്ട് എന്ന ആത്മവിശ്വാസമാണ്. ഇതിനിടയിൽ BJPക്ക് സ്വാധീനമുള്ള തൃപ്പൂണിത്തറ തരാമോ എന്ന് അഖിൽ മാരാർ ചോദിക്കുന്നു. തൃപ്പൂണിത്തറ 2020ക്കുള്ള സീറ്റായിരുന്നു. പക്ഷേ തൃപ്പൂണിത്തറ കൊടുക്കുന്നില്ല. അഖിൽ മാരാർ തൃക്കാക്കരയിൽ മത്സരിക്കുന്നു. വിജയത്തിനടുത്തെത്തിയില്ലെങ്കിലും തൃക്കാക്കരയിൽ BJP സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ടോടെ അഖിൽ മാരാർ ശ്രദ്ധ നേടുന്നു. പക്ഷേ ഇതോടുകൂടി അഖിൽ മാരാർക്ക് നഷ്ടങ്ങളുടെ ഒരു കൂമ്പാരം സംഭവിക്കുന്നു. NDA മുന്നണിയുടെ ഭാഗമായതുകൊണ്ട് അഖിൽ മാരാർക്ക് അതുവരെ ലഭിച്ചിരുന്ന ഉദ്ഘാടനങ്ങളും മറ്റ് പരിപാടികളും കിട്ടാതെ വരുന്നു. അഖിൽ മാരാരുടെ വരുമാന മാർഗം നിലച്ചു പോകുന്നു. തനിക്ക് എന്തെല്ലാം നഷ്ടമുണ്ടായി എന്ന് അഖിൽ മാരാർ തന്നെ തുറന്നു പറയുകയാണ്. ആദ്യം ഇവർ 5 പൈസ പോലും തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കാതെ നിന്നപ്പോൾ ഞാൻ ബൈക്ക് വിറ്റ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങിയിട്ട് ഞാൻ കണക്കെഴുതി കൊടുത്തു. ഇന്ന കാര്യങ്ങൾ നിങ്ങൾ തരണം. ആ എഴുതി കൊടുത്ത കണക്കിനുള്ള പൈസകൾ നിങ്ങളിൽ പലരും ഇലക്ഷന് ശേഷം ഞാനൊരു ഇലക്ട്രിക് വണ്ടി എടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം കരുതി ഇവൻ ഇലക്ഷന് ഫണ്ട് കിട്ടിയതുകൊണ്ടാണ് ഇലക്ട്രിക് വണ്ടി എടുത്തത്. എന്റെ പൊന്ന്, എന്റെ മക്കളാണ് സത്യം. ബെൻസ് പതുക്കെ അങ്ങ് വിറ്റിട്ട് ഇലക്ട്രിക് വണ്ടിയിൽ നടന്നാൽ മാസമുള്ള ചെലവ് കുറയും. കാര്യം എന്റെ അച്ഛന് ക്യാൻസറാണ്. ഞാൻ എറണാകുളത്ത് നിന്ന് ഞാൻ കൊട്ടാരക്കരയ്ക്ക് ഒരു മാസത്തിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും പോകേണ്ട സാഹചര്യം പലപ്പോഴും ഉണ്ടാവും. ഇത് ആരെയും കാണിക്കാൻ വേണ്ടി പോകുന്നല്ലോ, ഞാൻ പോയി വരുന്ന കാര്യമല്ലേ. അതിന് ബെൻസിൽ പോയി വരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 4000-5000 രൂപ ചെലവാണ്. ഇലക്ട്രിക് വണ്ടി ആകുമ്പോഴത്തേക്ക് ലാഭം ഉണ്ടാവും. എനിക്ക് വരുമാനം വരുന്നത് അവസാനിച്ചു. NDAയിലേക്ക് പോയതിനു ശേഷം എന്നോട് അത്രയും അടുപ്പമുള്ള എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാർ എന്നെ വിളിച്ചത് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പല വരുമാനങ്ങളും അവസാനിച്ചു. ഇതേ സമയം നമ്മൾ പഴി കേൾക്കേണ്ടി വരുന്നു. ഈശ്വരൻ അനുഗ്രഹിച്ച് ഏഷ്യാന്റെ തന്നെ മറ്റൊരു ഷോയുടെ ഭാഗമായി ഞാൻ മുന്നോട്ട് പോകുന്നത് കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത്. അതായത് BJP സഖ്യത്തോടൊപ്പം ചേർന്നതുകൊണ്ട് തൻ്റെ ബെൻസ് കാർ വരെ വിൽക്കേണ്ടി വന്നു. തൻ്റെ 20 ലക്ഷം രൂപയുടെ ബൈക്ക് വിറ്റു. അങ്ങനെ ജീവിതം മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടായി എന്ന് അഖിൽ മാരാർ വ്യക്തമായി പറയുന്നു. ഇത് മാത്രമല്ല, 2020യുമായുള്ള അഖിൽ മാരാരുടെ ബന്ധം അകന്നു പോകുന്നു. കിറ്റക് സാബു ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല. കൊട്ടാരക്കരയിലെ ജില്ലാ പ്രസിഡന്റ് പദവി നൽകുകയാണെങ്കിൽ താൻ ഭംഗിയായി കൊട്ടാരക്കരയിൽ പാർട്ടി വളർത്തിയെടുക്കാമെന്ന് പറഞ്ഞിട്ടും കൃത്യമായ തീരുമാനമുണ്ടാവുന്നില്ല. കഴിഞ്ഞ 2.5 മാസക്കാലമായിട്ടും ഒരു മെസ്സേജിന് റിപ്ലൈ തന്നിട്ടില്ല, ഫോണിന് റിപ്ലൈ തന്നിട്ടില്ല. 2020യുടെ ജില്ലാ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ വലിയ സ്ഥാനം വല്ലതാണോ? അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാവൂ? അത് കൊല്ലം ജില്ല പോലെ സംഘടന ഇല്ലാത്തൊരു സ്ഥലത്ത് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്തിനാണ്? പോയി സംഘടനയെ വളർത്തിയെടുക്കാമെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. അപ്പൊ എന്റെ ആഗ്രഹം അതായിരുന്നു. പക്ഷെ അത് സാധിച്ചു തരാത്തത് കൊണ്ടും അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനമായി മുന്നോട്ട് പോകണമെന്ന് അവർക്ക് ആഗ്രഹമുള്ളതായിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടോ 2.5 മാസമായിട്ട് 2020യുടെ എന്തെങ്കിലും രാഷ്ട്രീയ പ്രതികരണം? ഇപ്പൊ കഴിഞ്ഞ 2.5 മാസമായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ. പല പ്രശ്നങ്ങളും നമ്മളെ കേരളത്തിൽ നടന്നല്ലോ. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഈ അടുത്ത സമയത്താണ് ഡൽഹി സമരം ഉൾപ്പെടെ. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ, സാബു ജേക്കബിന്റെയോ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവോ 2020യുടെ ഭാഗമായിട്ട് ഒരു രാഷ്ട്രീയ പ്രചരണം നടത്തിയോ? ഇല്ല. തന്നെ കേൾക്കുന്നില്ലെങ്കിൽ താൻ ഈ പാർട്ടി വിട്ടു പോകും, തനിക്ക് മുമ്പോട്ട് പോകാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞ് അഖിൽ മാരാർ കിറ്റക് സാബുവിന് സന്ദേശം അയക്കുന്നു. പക്ഷേ കിറ്റക് സാബു ഗവനിക്കുന്നില്ല. അഖിൽ മാരാർ സാബുവിനെയും 2020യും കുറ്റം പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങുന്നു. 2020 എന്ന സംഘടന കിറ്റക് സാബു തൻ്റെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി, സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി മാത്രമുണ്ടാക്കിയതാണ് എന്നാണ് അഖിൽ മാരാർ ആരോപിക്കുന്നത്. ആധാരണയായിരുന്നു എനിക്കുണ്ടായിരുന്നു. ഞാൻ ഇദ്ദേഹം ഒരുപാട് നല്ല മനുഷ്യനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പൊ 2020യുടെ ആശയത്തോട് ഭയങ്കര യോജിപ്പുള്ള ഒരാളായിരുന്നു ഞാൻ. ഒരു സ്വതന്ത്ര കാഴ്ചപ്പാട്, ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, കിഴക്കമ്പലത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള. പക്ഷെ പിന്നീട് ഇതിന്റെ യാഥാർത്ഥ്യം എന്താ? കിഴക്കമ്പലത്ത് ചെയ്ത പലതും 2020ക്ക് കിറ്റക്സിന് വേണ്ടിയിട്ടാണ്.
കിറ്റെക്സിന്റെ പല കാര്യങ്ങളും നടത്തിയെടുക്കാനും കിറ്റെക്സ് എത്ര വലിയ കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഒരു പഞ്ചായത്തിന്റെ ഒരൊറ്റ ലെറ്റർ മതി ആ സ്ഥാപനം പൂട്ടിപ്പോകാൻ. അങ്ങനെ ഒരു ലെറ്റർ ഒരു കാലത്തും വരാതിരിക്കണമെങ്കിൽ ആ പഞ്ചായത്തിന്റെ ഭരണം അദ്ദേഹത്തിന്റെ കയ്യിലായിരിക്കണം. അവിടെ ജനങ്ങളെ എങ്ങനെ നിർത്തി? ആനുകൂല്യങ്ങൾ കൊടുത്തു നിർത്തി. ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ജനത അവർക്കൊപ്പം നിന്നു. പൊതുവെ നമ്മുടെ ഇന്ത്യൻ ജനതയുടെ സ്വഭാവം അങ്ങനെയാണല്ലോ. അതുകൊണ്ട് കിഴക്കമ്പലത്ത് അവർക്ക് വേണ്ടി ജനങ്ങൾ നിന്നു. ഇന്നല്ലെങ്കിൽ നാളെ തന്റെ കമ്പനിയെ രക്ഷിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാകണം ഇന്നലകളിൽ അതിശക്തമായി 3 രാഷ്ട്രീയ പാർട്ടികളെ വിമർശിച്ച ഒരു മനുഷ്യൻ പോയത്. പക്ഷെ അതിലേക്ക് ദയവ് ചെയ്ത് നമ്മളെ വലിച്ചിട്ടതായിരുന്നു. അഖിൽ മാരാർ ഇനി എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് വ്യക്തമല്ല. എന്തായാലും BJP സഖ്യത്തിന് പുറത്തേക്ക് വന്നതുകൊണ്ട് അഖിൽ മാരാരെ ഏറ്റെടുക്കാൻ BJP വിരുദ്ധർ ഓടിയെത്തിയേക്കും. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തന താല്പര്യമുള്ള അഖിൽ മാരാരെ വേണ്ടതുപോലെ ഉപയോഗിക്കാൻ 2020 BJPക്കോ കഴിയാത്തത് ഖേദകരമാണ്. പൊതുപ്രവർത്തനം രക്തത്തിൽ അലിഞ്ഞു ചേർന്നതുകൊണ്ടാണ് അഖിൽ മാരാർ വാസ്തവത്തിൽ ഈ സാഹസത്തിന് മുതിർന്നത്. പക്ഷെ അത് നഷ്ടക്കച്ചവടമായി. പൊതുപ്രവർത്തനത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ നിലച്ചു പോകുന്നു. ഇനി എന്ത് ചെയ്യും എന്നറിയാതെ അഖിൽ മാരാർ പകച്ചു നിൽക്കുന്നു. അഖിൽ മാരാർ പറഞ്ഞ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ കിറ്റെക്സ് സാബുവിനെ വിളിച്ചു ചോദിച്ചു. അദ്ദേഹം പറയുന്നു ഇതൊക്കെ അസംബന്ധമാണ്. 2020 പാർട്ടിക്ക് ജില്ലാ പ്രസിഡന്റ് എന്ന പദവി പോലുമില്ല. തൃക്കാക്കരയിൽ മത്സരിച്ചാൽ അവിടെ തന്നെ നിൽക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് ചെലവ് മുഴുവൻ എടുക്കുന്നത് തങ്ങളാണ്. അതുകൊണ്ട് തന്നെ മത്സരാർത്ഥികൾക്കോ നേതാക്കൾക്കോ പണം കൊടുക്കേണ്ടതില്ല. കിറ്റെക്സ് സാബു മറുനാടിനോട് പറഞ്ഞത് കേൾക്കുക. നമ്മുടെ അഖിൽ മാരാർ പാർട്ടി വിട്ടെന്നും സാബു ജേക്കബ് വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം അങ്ങനെ കുറെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. എന്താ അങ്ങേക്ക് അത് എന്താ പറ്റിയെന്ന് അറിയാമോ? അല്ല, ഇതിനകത്ത് അഖിൽ മാരാർ ഇവിടെ നമ്മുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. അത് ആദ്യം കൊട്ടാരക്കര നമുക്ക് മത്സരിക്കാമെന്നുള്ള ഒരു തീരുമാനമാണ് എടുത്തത്. അത് ഞാൻ BJP നേതൃത്വമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോ അവര് അതിന് സമ്മതം പറഞ്ഞതുമാണത്. പക്ഷെ അതിനിടയ്ക്ക് ഏതോ സ്ഥാനാർത്ഥി അവരുടെ വരികയും ആ സീറ്റ് നമുക്ക് കിട്ടാതെ വരികയും ചെയ്തു. ശരി. അപ്പോ നമുക്ക് പിന്നെ നമ്മുടെ മുന്നിലുള്ളത് തൃക്കാക്കരയാണ് നമുക്ക് തന്നത്. അപ്പോ അവിടെ നമ്മൾ കൊടുത്തു, മത്സരിച്ചു. അതിന്റെ മുഴുവൻ ചെലവുകളും എല്ലാ മത്സരിച്ചവരുടെയും മുഴുവൻ ഒരു പൈസ പോലും ഒരു സ്ഥാനാർത്ഥികളും എടുത്തിട്ടില്ല. അപ്പോ ഇപ്പോ ആരോപണം ആർക്ക് വേണമെങ്കിലും അത് എന്താണ് കാരണം ഔദ്യോഗികമായിട്ട് പുള്ളിക്ക് ഈ പാർട്ടിയിൽ ഒരു സ്ഥാനവുമില്ല. കാരണം ഒരു വാർഡ് കമ്മിറ്റി പോലും പുള്ളി ആളല്ല. അപ്പൊ മത്സരിച്ചു. അതിനുശേഷം തൃക്കാക്കര തന്നെ നിന്ന് പാർട്ടി അത് നമ്മൾ പ്രവർത്തിക്കുക അടുത്ത 5 വർഷം പ്രവർത്തിച്ച് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിക്ക് തിരിച്ച് കൊട്ടാരക്കരയ്ക്ക് പോകണമെന്ന് പറഞ്ഞു പോയി. അത്രേ ഉണ്ടായിട്ടുള്ളത്. ഈ തൃപ്പൂണിത്തറ നമുക്ക് കിട്ടിയായിരുന്നല്ലോ. പുള്ളിക്ക് തൃപ്പൂണിത്തറ കൊടുക്കാന്ന് പറഞ്ഞ് പറ്റിച്ചെന്നാണ് പിന്നെ പറയുന്നത് പുള്ളി. അല്ല, അങ്ങനെ ഞാനായിട്ട് പറഞ്ഞിട്ടില്ല, പാർട്ടിയിലാരും പറഞ്ഞിട്ടില്ല തൃപ്പൂണിത്തറ കൊടുക്കാം. ഓക്കെ. തൃപ്പൂണിത്തറയൊക്കെ ഏറ്റവും ലാസ്റ്റ് ആണ് അനുവദിച്ച് കിട്ടിയത്. ഓക്കെ. നമുക്കിപ്പോ കൊട്ടാരക്കര കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. അത് BJP നേതൃത്വം അതറിയാം. രശ്മി എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥി കിട്ടിയ അത് വന്നു കഴിഞ്ഞപ്പോ നമ്മളൊരു മുന്നണി സംവിധാനത്തിന് നമ്മൾ പല വിട്ടുവീഴ്ചകളും ചെയ്യില്ല. അപ്പൊ അത് ചെയ്തു. അവിടെ മത്സരിക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഓപ്ഷൻ അതാണ്. അത് നമ്മൾ കൊടുത്തു. കൊല്ലം ജില്ലാ പ്രസിഡന്റ് സ്ഥാനം അതിപ്പോ അന്ന് വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ പോലെ മത്സരിക്കുന്നില്ല. ആരും നിർബന്ധിച്ച് മത്സരിപ്പിക്കുന്നില്ലല്ലോ. കോട്ടയം ജില്ലാ ഇപ്പോ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇതെങ്ങനെയുള്ള കുറ്റങ്ങൾ പറയുന്നത് ശരിയല്ലല്ലോ. അപ്പൊ അന്ന് കൊട്ടാരക്കര ശരിയാണ്, മത്സരിക്കാൻ സാധിച്ചില്ല. ഇവിടെ കൊടുത്തു. അവിടെ വേണ്ട എന്നുണ്ടെങ്കിൽ പുള്ളിക്ക് മത്സരിക്കണ്ടായിരുന്നു. അതിനകത്ത് മത്സരിച്ചിട്ട് വേറെ ആളുകൾ മത്സരിപ്പിക്കും. കൊല്ലം ജില്ലാ പ്രസിഡന്റ് സ്ഥാനം ചോദിച്ചിട്ട് കൊടുത്തില്ല എന്ന് പറയുന്നു. അല്ല, അങ്ങനെ നമുക്കിപ്പോ തൃക്കാക്കര മത്സരിച്ച ആള് തൃക്കാക്കരത്തൊക്കെ നിന്ന് പ്രവർത്തിക്കുന്ന എന്നുള്ളതാണ് പാർട്ടി എല്ലാ സ്ഥലത്തും എടുത്ത തീരുമാനം. മനസ്സിലായി. അദ്ദേഹം അവിടെയാണ് താമസിക്കുന്നത് അല്ലേ? വീട് അവിടെ. വ്യക്തിപരമായിട്ടുള്ള കാരണം കൊണ്ട് അങ്ങോട്ട് പോവാണ്. കൊല്ലം ജില്ലയുടെ മൊത്തം ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ കൊല്ലത്ത് പാർട്ടി വളർത്താമെന്ന് പുള്ളി പറഞ്ഞു. നമുക്ക് അതിനുള്ളൊരു കോൺഫിഡൻസ് തോന്നിയില്ല. കാരണം ഞങ്ങളുടെ സംവിധാനത്തില് ജില്ലാ പ്രസിഡന്റ് എന്നൊരു പോസ്റ്റ് ഇല്ല. ഞങ്ങൾക്ക് നിയോജക മണ്ഡലം കഴിഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന കമ്മിറ്റിയാണ് ഉള്ളത്. അപ്പോ കൊല്ലത്ത് ഇപ്പോ 3 നിയോജക മണ്ഡലത്തിൽ ഓൾറെഡി നിയോജക മണ്ഡലം പ്രസിഡന്റ്മാരും കമ്മിറ്റി സംവിധാനങ്ങളും ഉണ്ട്. അപ്പൊ അവിടെ നമുക്ക് കൊണ്ടുവന്നിട്ടൊരു ജില്ലാ പ്രസിഡന്റ് എന്ന് പറഞ്ഞ ഒരു പുതിയൊരു സംവിധാനം ഉണ്ടാക്കാനായിട്ട് ഞങ്ങള് ശ്രമിച്ചില്ല. മനസ്സിലായി. നമുക്ക് അങ്ങനെ ഇല്ല, അങ്ങനെ സിസ്റ്റം ഇല്ല, അങ്ങനെ ഒരു പോസ്റ്റ് ഇല്ല നമുക്ക്. മനസ്സിലാവുന്നുണ്ട്. അപ്പൊ പിന്നെ അത് കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരു കാര്യം, അദ്ദേഹത്തിന് മത്സരിച്ചിട്ട് 1 രൂപ പോലും കൊടുത്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനകത്ത് നമ്മളിപ്പോ ഒരു പൈസ പോലും ഇപ്പൊ നമുക്കിപ്പോ എനിക്കറിയില്ല, സ്ഥാനാർത്ഥികൾക്ക് പൈസ കൊടുത്തിപ്പോ അല്ലെങ്കിൽ അവര് അത് കഴിഞ്ഞ് മത്സരിച്ചു കഴിഞ്ഞാൽ അവര് ജീവിതകാലം മുഴുവൻ
നോക്കുന്ന ഒരു പാർട്ടിയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായി. നമ്മളൊരു സ്ഥാനാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഒരു സേവനമായിട്ട് കടന്നു വരുന്നവർ. അതെ. നമ്മൾ ശമ്പളം കൊടുത്ത ഒരാളെ നിർത്തി മത്സരിപ്പിക്കുകയും ശമ്പളം കൊടുത്ത് പിന്നീട് അവരെ തുടരുകയും 5 വർഷം പ്രവർത്തിക്കുകയൊക്കെ ഒരു പാർട്ടിയിലും എനിക്ക് തോന്നുന്നില്ല സാധ്യമാണെന്ന്. അല്ല, അതല്ല, മത്സരിക്കാൻ സമയത്ത് കൊടുത്തില്ലെന്നാ പറഞ്ഞത്. എന്തിനാ കൊടുക്കണം? നമ്മൾ ഒരു പൈസ പോലും അവര് ചെലവാക്കിയിട്ടില്ല. ഞങ്ങളുടെ മത്സരിച്ച എല്ലാ ആളുകളുടെയും ഒരു പൈസ പോലും അവരുടെ പോക്കറ്റ് മണി ചെലവാക്കേണ്ടി വന്നിട്ടില്ല. അതിന്റെ മുഴുവൻ ചെലവുകൾ കൊടുക്കുക. മനസ്സിലായി. അത് കൂടാതെ ആ സമയത്ത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ചെലവുകൾ മുഴുവൻ എടുക്കുക. ശരി. അപ്പൊ പിന്നെ കാശ് കൊടുക്കേണ്ട കാര്യം. ഒരു പൈസ ഇനിയിപ്പോ അഖിൽ മാരാർന്നല്ല, ഞങ്ങളുടെ 19 സ്ഥാനാർത്ഥികൾ മത്സരിച്ചു. ഈ 19 സ്ഥാനാർത്ഥികളുടെയും ഒരു പൈസ പോലും ഒരാളും എടുത്തിട്ടില്ല. ശരി. അതേ സമയത്ത് പലരുടെയും ബാധ്യതകൾ ഉണ്ടായിരുന്നു. 1 ലക്ഷവും 1.5 ലക്ഷവും 2 ലക്ഷവും ഒക്കെ ഉണ്ടായിരുന്നു. GST അടയ്ക്കാത്തവരുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ അടച്ച് ക്ലിയർ ചെയ്ത് നമ്മളാണ് ചെയ്തത്. ആ തെരഞ്ഞെടുപ്പ് സമയത്ത് മുഴുവൻ ചെലവും അവരുടെ വ്യക്തിപരമായിട്ട് അവരുടെ കൂടെയുള്ള ആളുകളുടെ, അവരുടെ കാറ്, അവരുടെ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു പൈസ പോലും ഒരു സ്ഥാനാർത്ഥി മുടക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ആരുടെയും കയ്യിട്ട് നമ്മളിപ്പോ ഒരു സ്ഥാനാർത്ഥി എടുക്കുന്ന 1 കോടി രൂപ കൊടുത്ത് മേടിക്കുകയല്ല ചെയ്യുന്നത്. അതല്ലല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഷ്ട്രീയത്തിയിട്ട് വരുന്നവര് സേവന മനസ്ഥിതിയോട് കൂടി വരണം. ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കാനായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു പാർട്ടിയല്ല 2020. താങ്ക് യു വെരി മച്ച്. എന്തായാലും അഖിൽ മാരാരുടെ രാഷ്ട്രീയ സ്വപ്നങ്ങൾക്ക് തൽക്കാലം മങ്ങലേറ്റിരിക്കുകയാണ്. കിറ്റക് സാബുവിൻ്റെ രാഷ്ട്രീയ സ്വപ്നങ്ങൾ മങ്ങിയതുപോലെ തന്നെ രണ്ടുപേരും പറഞ്ഞതിൽ ശരികളും ശരികേടുകളുമുണ്ട്. 2020 കേരള രാഷ്ട്രീയത്തിൽ നൽകിയ ഇടക്കാലത്തെ പ്രതീക്ഷ അസ്തമിച്ചിരിക്കുകയാണ്. ആ പ്രതീക്ഷയോടൊപ്പം കൂടിച്ചേർന്ന അഖിൽ മാരാരുടെ സ്വപ്നവും അസ്തമിച്ചിരിക്കുന്നു.